Above Paid Valley by Gary Snyder. We finished clearing the last section of trail by noon, high on the ridge side, 2,000 feet above the creek. Reached the pass, went on beyond the white pine groves, granite shoulders, to a small green meadow watered by the snow. Edged with aspen, sun straight high and blazing, but the air was cool. Ate a cold fried trout in the trembling shadows. I spied a glitter and found a flake black volcanic glass, obsidian by a flower. Hands and knees pushing the bare grass, thousands of arrowhead leaving over 100 yards. Not one good head, just razor flakes on a hill snowed all but a summer. A land of fat summer deer, they came to camp on their own trails. I followed my own trail here, picked up the cold drill, pick, single jack, and sack of dynamite. 10,000 years. ഗാരി സ്നൈഡർ എന്ന അമേരിക്കൻ പോയറ്റ് എഴുതിയ എബോവ് പെയ്ഡ് വാലി എന്ന് പറഞ്ഞ പോയാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ സമ്മറിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഗാരി സ്നൈഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാരി സ്നൈഡർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹം 1975 പുലിറ്റ്സർ പ്രൈസ് ഒക്കെ അർഹമായിട്ടുള്ള പോയറ്റാണ്. ഈ പോയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാലിയിലാണ്. നമുക്ക് പോയത്തിൻ്റെ ടൈറ്റിലിൽ നിന്ന് മനസ്സിലാവും എബോവ് പെയ്ഡ് വാലി എന്നാണ് പോയത്തിൻ്റെ പേര്. പെയ്ഡ് വാലി എന്ന് പറയുന്നത് കാലിഫോർണിയയിലെ USA ഒരു വാലിയാണ്. സ്ഥിരമായിട്ട് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ട്രെക്കിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് പെയ്ഡ് വാലി. അപ്പോൾ ഈ പെയ്ഡ് വാലിയാണ് നമ്മുടെ പോയം നടക്കുന്ന ലൊക്കേഷൻ. അപ്പോൾ ഈ പോയം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ഫേസിൽ നമുക്ക് പോയിട്ട് നമ്മുടെ റീഡേഴ്സിനെ ഈ പെയ്ഡ് വാലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ വിഷ്വൽ ഇമേജറീസ് നമ്മുടെ മുന്നിലേക്ക് ഇടുന്നുണ്ട്. ഇവിടെ കാണാം വൈറ്റ് പൈൻ ഗ്രൂവ്സ്, ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ്, ഗ്രീൻ മീഡോസ്, എഡ്ജ് വിത്ത് ആസ്പെൻ. ആസ്പെൻ എന്ന് പറയുമ്പോൾ ട്രീസ് ആണ്. ട്രീസ് നമുക്കറിയാം ഒരു ഹില്ലി ഏരിയാസ് ഒക്കെ ആകുമ്പോൾ അതൊരു അലൈൻഡ് ആയിട്ടായിരിക്കും അത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ പോയിട്ട് എഡ്ജ് വിത്ത് ആസ്പെൻ എന്ന് പറയുന്നത്. പോയിട്ട് ഒറ്റയ്ക്കല്ല, പോയിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് സഞ്ചരിക്കുന്നത്. കാരണം നമ്മുടെ പോയം ആരംഭിക്കുന്നത് വി ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. വി ഫിനിഷ്ഡ് ക്ലിയറിംഗ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ട്രെയിൽ ബൈ നൂൺ. ട്രെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോറസ്റ്റിലൊക്കെ കാണുന്ന നടപ്പാത ഉണ്ടാവുമല്ലോ. ഇത് പൊതുവേ അങ്ങനെയുള്ള നടപ്പാതകൾ എപ്പോഴും കാട് പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന നടപ്പാതകളെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു ജോബിലാണ് പോയിട്ടും ഓരോരു സംഘവും ഓരോ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർ വർക്ക് ചെയ്ത് ഏകദേശം തീരാറായി. ഈ വാലിയുടെ മുകളിലെത്തി. 2000 ഫീറ്റ് എബോവ് ആണ്. ഏകദേശം നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ ഒരു ഇമേജറി, ആ വിഷ്വൽസ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് പോയി വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എത്തുന്നുണ്ട്. ഇമേജസിന്റെ ഒപ്പം തന്നെ ഗാരി സ്നൈഡർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ള വെതർ. നമുക്ക് 2 സ്ഥലത്തായിട്ട് പോയത്തിൽ ഇത് മെൻഷൻ ചെയ്യുന്നതും കാണാം. സൺ സ്ട്രേറ്റ് ഹൈ ആൻഡ് ബ്ലേസിംഗ് ബട്ട് ദ എയർ വാസ് കൂൾ. പിന്നെ ഓൺ എ ഹിൽ സ്നോഡ് ഓൾ ബട്ട് സമ്മർ. ഇവിടെ 2 സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ സൺ വളരെ കത്തിയാണ് നിൽക്കുന്നത്. സൺ ഈസ് സ്ട്രേറ്റ് ഹൈ, തലയ്ക്ക് നേരെ മുകളിലാണ്. ആൻഡ് ഇറ്റ്സ് ബ്ലേസിംഗ്, ഇറ്റ്സ് വെരി ഹോട്ട്, ബട്ട് സ്റ്റിൽ ദ എയർ വാസ് കൂൾ. ആ വെതർ എന്ന് പറയുന്നത് ഭയങ്കര സ്നോയി ആയിട്ടുള്ള വെതറാണ്. പക്ഷേ തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തി നിൽക്കുകയാണ്. അറ്റ്മോസ്ഫിയർ അറ്റ് ദ സെയിം ടൈം കൂളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം സണ്ണി ഡേ ആണ്, ബട്ട് സ്നോയി ആണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് പോയറ്റും ഗ്രൂപ്പും അവർ ഫിഷിനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ട്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. എയ്റ്റ് എ കോൾഡ് ഫ്രൈഡ് ട്രൗട്ട് ഇൻ ദ ട്രംബ്ലിംഗ് ഷാഡോസ്. ട്രൗട്ട് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫിഷാണ്. അങ്ങനെ ഇവർ ഫിഷിനെ കഴിക്കുന്ന ഒരു ഇമേജൊക്കെ നമുക്ക് കാണിച്ചതിന് ശേഷം നമ്മുടെ പോയറ്റിന് ഒരു വോൾക്കാനിക് ഗ്ലാസ് കിട്ടുന്നുണ്ട്. ഒബ്സിഡിയൻ, ഒരു ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് നമ്മുടെ പോയറ്റിന് ലഭിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ഇമേജാണ്. ഒരു പ്രാചീന മനുഷ്യനായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാസ്റ്റായിട്ടൊക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ആയിട്ടാണ് ഇവിടെ പോയിട്ട് ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസിനെ കൊണ്ടുവരുന്നത്. അതിനുശേഷം തൊട്ടടുത്തായിട്ട് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് ആരോ ഹെഡ് ലീവിങ് ഓവർ 100 yards. ഒരു 100 yardsൽ ആയിരക്കണക്കിന് ആരോ ഹെഡ്സ് കിടക്കുന്നതായിട്ട് ഒരു യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ പോലെ നമുക്ക് ഒരു യുദ്ധഭൂമി എന്നൊക്കെ പറയില്ലേ, യുദ്ധഭൂമിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, കുറേ അമ്പും വില്ലും അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ഇമേജാണ്, ഒരു പോസ്റ്റ് വാർ ഇമേജാണ് നമുക്ക് പിന്നീട് കാണിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു സമ്മർ ഡിയറിനെ കാണിക്കുന്നുണ്ട്. സമ്മർ ഡിയർ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, ഒരു കോൺട്രാസ്റ്റിംഗ് ഇമേജ് ആണ്. സമ്മർ ഡിയർ ഈ ഹില്ലിൻ്റെ മുകളിൽ വരികയാണ്. സ്നോയി ആയിട്ടുള്ള ഈ ഹില്ലിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സമ്മർ ഡിയറിനെ കാണാം. സമ്മർ ഡിയറും ഇതേപോലെ ഇവരെ പോലെ തന്നെ ക്യാമ്പ് ചെയ്യാൻ വന്നതാണ്. സമ്മർ ഡിയർ അതിൻ്റെതായ ഒരു വഴിയിലാണ് വന്നത്. ലൈക്ക് ദേ കെയിം ടു ക്യാമ്പ് ഓൺ ദെയർ ഓൺ ട്രെയിൽ. അതിനുശേഷം പോയിറ്റിന് തന്നെ വീണ്ടും മെൻഷൻ ചെയ്യാണ്. പോയിറ്റും ഇവിടെ പോയിറ്റിൻ്റെതായ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. picked up the cold drill, pick, single jack and sack of dynamite.
അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ടൂൾസാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരൊരു വർക്കേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവരൊരു ജോബിലാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഉണ്ടാകാവുന്ന ടൂൾസായിട്ട് നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ഇതിൻ്റെ റീഡിങ്, ഈ പോയത്തിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് ആണ് ഇത്രയും നേരം പറഞ്ഞത്, ഇതിൻ്റെ ഒരു സമ്മറിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റീഡിങ് എങ്ങനെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസും ആനിമൽസും നേച്ചറും ആയിട്ടുള്ളൊരു കണക്ഷനുണ്ട്. പോയത്തിൽ ഉടനീളം നമുക്ക് നേച്ചറിൻ്റെ മെൻഷനിങ് കാണാം, നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, വെതർ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പാസ്റ്റും പ്രസൻറ്റും കണക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതെവിടെയാണ് കാണുന്നത്? മനുഷ്യൻ്റെ പാസ്റ്റിനെ കാണിക്കുന്നതാണ് ആരോ ഹെഡ്സ്. നമ്മൾ കണ്ടു, ഒരുപാട് ആയിരക്കണക്കിന് ആരോ ഹെഡ്സ് വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടു. അത് പ്രാചീന മനുഷ്യൻ്റെ ഇമേജ് ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മോഡേൺ മെന്നിൻ്റെ ഇമേജ് ആയിട്ട് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഹോൾ ഡ്രിൽ, പിക്ക്, സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനമൈറ്റ്. ഇതൊക്കെ മോഡേൺ മെന്നിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കണക്ട് ചെയ്യാണ് മനുഷ്യൻ്റെ ട്രാവൽ, കാലങ്ങളുടനീളം മനുഷ്യൻ സഞ്ചരിച്ച വഴി, മനുഷ്യൻ്റെ എവല്യൂഷൻ, മനുഷ്യൻ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമേജ് പോലെ കിട്ടുന്നുണ്ട്. A land of fat summer deer, they came to camp on their own trails. അവരുടേതായ വഴിയിലാണ് വന്നത്. അപ്പം മനുഷ്യൻ വന്ന വഴിയും ആനിമൽസ് വന്ന വഴിയും തമ്മിൽ കമ്പയർ ചെയ്യാം. മനുഷ്യൻ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പാത്ത് സ്വീകരിച്ചപ്പോൾ ആനിമൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് അവർ ഇവോൾവ് ചെയ്ത് വരുന്നത്. ഏൻഷ്യൻ മാൻ ടു മോഡേൺ മാൻ ഇവർ വന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇമേജ് എന്തിനാണ്? ഡിസ്ട്രക്ഷൻ്റെ ഇമേജസ് ആണ്. ആരോ ഹെഡ് ആവട്ടെ, അത് യുദ്ധങ്ങൾ ഒക്കെ കഴിഞ്ഞാണ് ആരോ ഹെഡ്സ് ഉണ്ടാവും. ആരോ ഹെഡ്സിനല്ലാതെ വേറൊരു പർപ്പസും ഇല്ല. ആരോ ഹെഡ്സ് യുദ്ധങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഡിസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന ടൂൾസ് എല്ലാം ഡിസ്ട്രക്റ്റീവ് ടൂൾസ് ആണ്. കോൾ ഡ്രിൽ ആവട്ടെ, പിക്ക് ആവട്ടെ, സിംഗിൾ ജാക്ക് ആവട്ടെ, സാക്ക് ഓഫ് ഡൈനമൈറ്റ് ആവട്ടെ, ഇതൊക്കെ ഡിസ്ട്രക്ഷനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് പോയം എൻഡ് ചെയ്യുന്ന ലൈൻ 10,000 years എന്ന് പറഞ്ഞിട്ടാണ്. 10,000 years എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെയൊക്കെ ഹിസ്റ്ററി, നമ്മുടെ പാസ്റ്റ് എല്ലാത്തിനെയും മെൻഷൻ ചെയ്യുന്ന ഒരു ടേമായിട്ടാണ്, ഒരു മെൻഷനിങ് ആയിട്ടാണ് 10,000 years ഇവിടെ വരുന്നത്. അപ്പോൾ ഇതുവരെ ഈ സമ്മറി കേട്ട എല്ലാവർക്കും ഒരു താങ്ക്സ്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഈ പാഠത്തിൻ്റെ ഫർദർ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസോ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ വ്യക്തമായിട്ട് സമ്മറി, മേജർ തീംസ്, എബൌട്ട് ദ ഓതർ, പിന്നെ എക്സാം കോർണർ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഗ്ലോസറി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ബുദ്ധിമുട്ടായിട്ട് ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാതെ ഈ ബുക്കായിട്ട് വായിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം.